ഇന്ത്യക്ക് മുന്നേയുള്ള മത്സരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരമാണ്. ആ മത്സരത്തിൽ ടോസ് സൗത്ത് ആഫ്രിക്ക നേടിയതിനു ശേഷം ബൗളിംഗ് തീരുമാനിക്കുന്നു. അത് കൃത്യമായ കോളാണ് എന്ന് പറയേണ്ടി വരും. അഹമ്മദാബാദ് പോലൊരു ഫ്ലാറ്റ് ട്രാക്കിൽ വെസ്റ്റ് ഇൻഡീസ് അടിപതറുന്ന കാഴ്ച. ആദ്യത്തെ ഓവറിൽ കേശവ് മഹാരാജിന് അതിഗംഭീരമായിട്ട് ഷായ് ഹോപ്പ് അടിച്ചെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ആ മൊമെന്റം തീർക്കാൻ വെസ്റ്റ് ഇൻഡീസിന് സാധിച്ചിട്ടില്ല. പവർ പ്ലേയിൽ വെസ്റ്റ് ഇൻഡീസിന് നഷ്ടമായിരിക്കുന്നത് 4 വിക്കറ്റുകളാണ്. പ്രേക്ഷകരെ, ഒരു പക്ഷേ ഇന്ത്യക്ക് ആശ്വസിക്കാം, സമാധാനിക്കാം. കാരണം ഈ മത്സരം വെസ്റ്റ് ഇൻഡീസ് തോക്കേണ്ടത് ഇന്ത്യക്ക് വളരെയധികം അനിവാര്യമാണ്. സൗത്ത് ആഫ്രിക്ക ഈ മത്സരം ജയിച്ചേ മതിയാവുകയുള്ളൂ. എന്നാൽ മാത്രമേ ഇന്ത്യക്ക് തുടർന്നുള്ള 2 മത്സരങ്ങൾ ജയിച്ച് സെമിയിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ. നമുക്ക് വെസ്റ്റ് ഇൻഡീസിൽ നോക്കുകയാണെങ്കിൽ അവർ തുടക്കം തൊട്ട് തന്നെ അറ്റാക്കിംഗ് മോഡിലായിരുന്നു. എല്ലാ ബാറ്റർമാരും അറ്റാക്കിംഗ് മോഡിലായിരുന്നു. പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ പേസിന് മുന്നിൽ അവർ വഴങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി കഗീസോ റബാഡ 2 വിക്കറ്റും ലുങ്കി എങ്കിഡി 2 വിക്കറ്റുമാണ് എടുത്തത്. കേശവ് മഹാരാജിന് ആദ്യ ഓവർ സ്പിൻ അറ്റാക്കിന് വേണ്ടി ശ്രമിച്ചെങ്കിൽ പോലും സൗത്ത് ആഫ്രിക്കയ്ക്ക് അത് പതറി. ഏഡൻ മാർക്കറും പറയുന്നു, ഓക്കെ, നിങ്ങൾക്ക് സ്പിന്നേഴ്സ് അടിക്കാൻ പറ്റുമോ, എങ്കിൽ പിന്നെ ഞങ്ങൾ പേസേഴ്സിനെ ഇറക്കാമെന്ന് പറഞ്ഞ് കഗീസോ റബാഡയും ലുങ്കി എങ്കിഡിനെയും ഇറക്കുകയായിരുന്നു മാർക്കറും. അത് കൃത്യമായി ആ പ്ലാൻ വർക്കാവുന്നു. വെസ്റ്റ് ഇൻഡീസ് ബാറ്റർമാരെ ടോപ്പ് ഓർഡറിനെ നിലം പരിശാക്കാൻ സാധിക്കുന്നു. ബ്രാൻഡൻ കിങ് തിരിച്ചു വന്നതിൻ്റെ ഒരു ചെറിയ സ്പാർക്ക് കാണാം. 11 പന്തിൽ നിന്ന് 21 റൺസ് ബ്രാൻഡൻ കിങ് നേടുന്നു. ഷായ് ഹോപ്പ് 6 പന്തുകളിൽ നിന്ന് 16 റൺസ് എടുത്ത് ഔട്ടായി. ഇതാണ് ഓപ്പണിംഗ്. സാധാരണ വെസ്റ്റ് ഇൻഡീസിന്റെ ഓപ്പണിംഗ് തിളങ്ങുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഒരു നല്ല സ്റ്റാർട്ട് ഓപ്പണേഴ്സ് കൊടുത്തു. പക്ഷേ ഇതുവരെ തിളങ്ങിക്കൊണ്ടിരുന്ന ഇന്നറ്റ് 3, 4, 5 എന്ന മിഡിൽ ഓർഡേഴ്സ് ഇത്തവണ നിലം പരിശാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ കളിയെടുത്ത് നോക്കിയാൽ സിമ്രോൺ ഹെറ്റ്മയർ കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി സ്കോർ ചെയ്ത വ്യക്തി 3 പന്തുകളിൽ നിന്ന് 2 റൺസ് എടുത്ത് പുറത്തായി. കഗീസോ റബാഡയാണ് വിക്കറ്റ് നേടിയത്. കേശവ് മഹാരാജാണ് ക്യാച്ച് എടുത്തത്. അടുത്തതായി ഇറങ്ങിയ റോസ്റ്റൺ ചേസ്. ഇത്തവണ വെസ്റ്റ് ഇൻഡീസ് ഈ മത്സരത്തിന് വേണ്ടി നടത്തിയ ഒരു ചേഞ്ച് റോസ്റ്റൺ ചേസിനെ ടീമിലേക്ക് കൊണ്ടുവന്നു എന്നതാണ്. എന്നാൽ അത് പാളിപ്പോകുന്നു. റോസ്റ്റൺ ചേസ് ബൗൾഡ് ആകുന്നു. ലുങ്കി എങ്കിഡിയുടെ പന്തിലാണ് ബൗൾഡ് ആവുന്നത്. അങ്ങനെ കഗീസോ റബാഡയും ലുങ്കി എങ്കിഡിയും ചേർന്ന് 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. അങ്ങനെ വെസ്റ്റ് ഇൻഡീസിൻ്റെ അവസ്ഥ ചെറിയ പ്രശ്നത്തിലാണ്. ഒരുപക്ഷെ ഇന്ത്യ നമ്മൾ ഹാപ്പിയാണ്. വെസ്റ്റ് ഇൻഡീസ് ഏറ്റവും മോശം ടോട്ടലിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്കൊരു സാധ്യത ഉണ്ടാവുള്ളൂ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വെസ്റ്റ് ഇൻഡീസിനെ സൗത്ത് ആഫ്രിക്ക ഏത് നിലയിലും പൊട്ടിക്കണം എന്നത് മാത്രമാണ് നിലവിലത്തെ ആഗ്രഹം. എന്തായാലും പവർ പ്ലേ അവസാനിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 50 റണ്ണ് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് ഗംഭീരമായിട്ടുള്ളത് 8 റൺസ് പെർ ഓവറിൽ പോകുന്നുണ്ട് വെസ്റ്റ് ഇൻഡീസ്. എന്നാൽ പോലും 4 വിക്കറ്റുകളാണ് അവർക്ക് വീണിരിക്കുന്നത്. ഇനി റോമൻ പവലും റൂദർഫോർഡുമാണ് ഇപ്പോൾ പവർ പ്ലേ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ബാറ്റ് ചെയ്യുന്നത്. ഹെവി ഗൺസ് ആണ്. എങ്ങാനും ഈ മൊമെൻറ്റം അവർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.